യെസ്, അപ്പൊ ബ്രസീലിന്റെ ഫാൻസ് എല്ലാം തന്നെ ഇപ്പോൾ കാത്തിരിപ്പിലാണ്. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് എല്ലാവരും ഉള്ളതെന്നാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആരാധകരുണ്ട് ബ്രസീലിന്. ഈ പൊളിറ്റീഷ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ബ്രസീൽ ടീമിന്റെ ഒരു കടുത്ത ആരാധകനാണ്. തന്റെ ടീം ഇത്തവണ ഉറപ്പായും കപ്പടിക്കും എന്ന പ്രതീക്ഷയിലാണ് പന്ന്യൻ രവീന്ദ്രൻ ഉള്ളത്. യെസ്, വിനേഷ് കുമാർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി കാണാം. നാടും നഗരവുമെല്ലാം കാൽപന്ത് കളിയുടെ ആരവത്തിലാണ്. ഇപ്പോൾ ബ്രസീലിൻ്റെ ആണെങ്കിലും അർജന്റീനയുടെ ആണെങ്കിലും പോർച്ചുഗലിൻ്റെ ആണെങ്കിലും ആരാധകരുടെ വലിയൊരു തള്ളിക്കയറ്റം നമ്മൾ എല്ലാ കാലങ്ങളിലും കാണുന്നതാണ്. അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഒരു ആരാധകനാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. എന്തായാലും ബ്രസീലിൻ്റെ ഒരു ആരാധകനാണ്. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ മത്സരത്തെ? എല്ലാ വെളുപ്പിനാണല്ലോ മത്സരം. 3:30 മണിക്ക് തുടങ്ങുക. ആദ്യത്തെ മത്സരം തന്നെ നല്ല കട്ടിയാണ്. മൊറോക്കോ നല്ല ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നന്നായി കളിച്ചവരവർ. ബ്രസീലും നല്ല ടീമാണ്. നമുക്ക് വലിയ പ്രതീക്ഷയായി ഇത്തവണ. കാരണം എല്ലാ തവണയും നമുക്ക് കഴിഞ്ഞ 22 വർഷമായി കപ്പില്ലാതെ നമ്മൾ നിൽക്കുക. ഈ കാലത്തിനിടയ്ക്ക് നമ്മളൊരു നിപ്പ് വല്ലാത്ത നിപ്പാണ്. അപ്പോൾ ഈ നിപ്പിൽ നിന്നും ഒരു മോചനം വേണം. നമ്മളിപ്പോൾ 6 തവണ കപ്പ് നേടിയെന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത്തവണ ജയിക്കണം. 5 തവണ നമ്മൾ ജയിച്ച്. നമ്മളെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ മുഴുവൻ ബ്രസീൽ. അതുകൊണ്ടാണ് നമ്മളെന്ന് പറയുന്നത്. ഫുട്ബോൾ ആരാധിക്കുന്ന ആളുകൾ ബ്രസീലിന് ഒരിക്കലും മറക്കില്ല. ലോക ഫുട്ബോളിൽ ആകെ ഒരു രാജാവേ ഉള്ളൂ, അത് പെലെയാണ്. ബ്രസീലിൻ്റെ സ്വന്തം പെലെ. ഇത്തവണ നെയ്മർ ഇല്ല എന്നൊക്കെ പറയും. ആദ്യ മത്സരത്തിൽ ഇല്ല എന്ന് പറയുന്നു. ആദ്യത്തെ 3 മത്സരങ്ങളിൽ നെയ്മറിന് കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നെയ്മർ പരിക്കിൻ്റെ ഒരു തോടനാണ്. അദ്ദേഹത്തിന് എപ്പോഴും പരിക്കാണ്. അപ്പോൾ പരിക്കുമായിട്ട് അദ്ദേഹം വിശ്രമത്തിലാണ്. ഇപ്പം അതിന് പകരമുള്ള കളിക്കാരെല്ലാം മോശക്കാരല്ല. നെയ്മറെപ്പോലെ പേരില്ലെങ്കിലും വിനീഷ്യസ് ജൂനിയർ. വിനീഷ്യസ് കഴിഞ്ഞ ലോകകപ്പിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈസിക്കിൾ കിക്കുണ്ട്. ഗോളായില്ലെന്ന് മാത്രം, ബാറ് തടുത്തത്. അത് ലോകം മറക്കില്ല. അങ്ങനെ നല്ല ചെറുപ്പക്കാരുടെ ഒരു ടീമുണ്ട്. കാസമിറോ, അതുപോലെ തന്നെ ഫ്രെഡി. നമ്മുടെ നാട്ടിലും ഇപ്പോൾ വലിയ ആവേശം. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാറിലായിരുന്നു വലിയ തോതിൽ എല്ലാ കാലങ്ങളിലും ഫുട്ബോളിനെ നെഞ്ചേറ്റുന്നവരാണ് മലബാറുകാർ. പക്ഷേ ഇപ്പോഴൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എല്ലായിടത്തും, കേരളത്തിൻ്റെ എല്ലായിടത്തും വലിയ തോതിലുള്ള പ്രചാരണങ്ങളാണ് ഓരോ ലോകകപ്പിലും ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കാറില്ലേ അത്? അല്ല, ലോകകപ്പിൽ അങ്ങനെ വരാനുള്ള ഒരു പ്രധാന കാരണം ഇന്ന് നമ്മളെ മീഡിയേൻ്റെ ഒരു വലിയ ആധിക്യം വന്നു. പഴയ കാലം പോലല്ല. ഇപ്പോൾ ജനങ്ങളിൽ ഇത് കാണുന്നതാണ്. 211 രാജ്യങ്ങളുണ്ട്. യെസ്, അന്നും ഇന്നും എന്നും ബ്രസീൽ ഫാനാണെന്ന് ഉറച്ചു പറയുന്ന പന്ന്യൻ രവീന്ദ്രൻ വിശേഷങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ആ ഓരോ കളിയും കൃത്യമായ ഗോളും എല്ലാം അതിങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പന്ന്യൻ രവീന്ദ്രൻ മാത്രമല്ല, ഇതുപോലെ ബ്രസീലിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അവരുടെ ഏറ്റവും ചെറിയ പോയിന്റുകൾ പോലും അറിയുന്ന ഒരുപാട് വലിയ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം കാത്തിരിപ്പാണ്. 3:30 മത്സരം. മൊറോക്കോയാണ് എതിരാളികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.